ആരോഗ്യവകുപ്പിന്റെ ഉത്തരവനുസരിച്ച് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള നഴ്സിംഗ് കോളേജുകളിലെ ഇൻസ്പെക്ഷൻ പ്രധാന അജണ്ടയാക്കി ഇന്ന് ചേർന്ന നഴ്സിംഗ് കൗൺസിൽ യോഗം വൻ പ്രതിഷേധങ്ങൾക്കാണ് കാരണമായത്. സർക്കാർ ഉത്തരവിനെ അട്ടിമറിച്ചുകൊണ്ട് മാനേജ്മെന്റുകളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഇന്ന് നഴ്സിംഗ് കൗൺസിൽ യോഗത്തിലുണ്ടായത്. സർക്കാർ ഉത്തരവിനെതിരെ മാനേജ്മെന്റുകളെ സഹായിക്കാൻ അടുത്ത വർഷത്തേക്കുള്ള കണ്ടീഷൻ അഫിലിയേഷൻ കൊടുത്ത കൗൺസിൽ തീരുമാനമാണ് വലിയ ചർച്ചകൾക്കും വൻ പ്രതിഷേധങ്ങൾക്കും കാരണമായത്. അക്ഷരാർത്ഥത്തിൽ മാനേജ്മെന്റുകളെ സഹായിക്കാനാണ് ഇൻസ്പെക്ഷൻ നടത്താതെ കണ്ടീഷൻ അഫിലിയേഷൻ നൽകിയത്. കഴിഞ്ഞ ദിവസം ഒരു മാനേജ്മെന്റ് പ്രതിനിധി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതിനെ അന്വർത്ഥമാക്കുന്ന നീക്കങ്ങളായിരുന്നു ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ സംഭവിച്ചത്. അതായത് ഈ മാസം 24-ന് നഴ്സിംഗ് കൗൺസിൽ യോഗം ചേരുമെന്നും കഴിഞ്ഞ വർഷം അംഗീകാരമുണ്ടായിരുന്ന എല്ലാ കോളേജുകൾക്കും അഫിലിയേഷൻ നൽകാമെന്ന് ഉറപ്പ് കിട്ടിയെന്നുമാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കിയത്. നഴ്സിംഗ് കൗൺസിൽ യോഗത്തിന് ശേഷം 28-ന് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷനും യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളെ സഹായിക്കുന്ന നിലപാടാണ് ബഹുഭൂരിപക്ഷം നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളും കൈക്കൊണ്ടത്. ഈ വിഷയത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി UNA അംഗങ്ങളായ ഹാരിസ് മണലമ്പാറയും രശ്മി പരമേശ്വരനും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഈ നീക്കം ഇപ്പോൾ കാരണമായിരിക്കുന്നത്.